ഇത് ശരിക്കും നിങ്ങൾ കൈരളി വരുമ്പോ തൊട്ടുള്ള ബന്ധമാണോ? കൈരളിയിൽ ഒന്ന് ഫസ്റ്റ് ഡേ, അതായത് പ്രഭാത കൈരളി ഷൂട്ടിന് വന്ന ഫസ്റ്റ് ഡേ കണ്ടാണ്. എനിക്കൊന്ന് ഒരു 2013-12 ആ ഒരു കാലഘട്ടം. ആ സമയത്ത് അതായത് ഇപ്പൊ ഏകദേശം 14 വർഷത്തോളമായി. 14 വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ തോന്നുന്നു? ലൈക്ക് ഇങ്ങനത്തെ ഏറ്റവും അടുത്തായിരുന്നു അല്ലെങ്കിൽ 10 വർഷത്തിന് മേലെ നമ്മളെ കൂടെ നിൽക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ ദാറ്റ് ലൈക്ക് ഒരു ഫാമിലി മെമ്പർ പോലെ ആയിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും. അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ രണ്ടുപേരെ ബോണ്ടിനെ നിങ്ങൾ ലൈക്ക് ഹൗ സ്പെഷ്യൽ ദാറ്റ് ഈസ്? എന്നെ സംബന്ധിച്ച് അന്ന് നമ്മൾ പരിചയപ്പെട്ടതിന്റെ അന്ന് മുതൽ മീര വളരെ അടുപ്പമുള്ള ഒരു ഫ്രണ്ടാണ്. എന്ത് കാര്യങ്ങളും നമുക്ക് തുറന്നു പറയാം, സംസാരിക്കാം. അതുപോലെ ഒരു ഗ്യാപ്പ്, ഞാൻ 7 വർഷം വിളിക്കുന്ന ശീലമൊന്നുമില്ല, എന്നാലും ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഗ്യാപ്പിൽ വിളിച്ചാൽ പോലും ആ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യില്ല. നമ്മൾ വിളിക്കുമ്പോൾ ഞാൻ എന്താ പറ അതേ പറയത്തുള്ളൂ. അങ്ങനെ ഒരു പരാതി നീ വിളിക്കാറില്ലല്ലോ അല്ലെങ്കിൽ വിളിച്ചില്ലല്ലോ എന്ന് പറയാറുണ്ട്. അപ്പൊ തന്നെ ഞാൻ ഒരു സോറി പറയുമ്പോഴത്തേക്ക് അതൊക്കെ മാറും. ഇവന്റെ ഗുണം എന്താ പറയാ, പെട്ടെന്ന് ഏറ്റെടുക്കും, അക്സെപ്റ്റ് ചെയ്യും. പറ്റിപ്പോയി പിന്നെ നമ്മൾ എന്ത് പറയും, മീൻസ് നമ്മൾ നമ്പായി പോകും. ലൈക്ക് ഇത്ര ഇതായിട്ട് പറയുമ്പോ പിന്നെ നമ്മൾ അങ്ങനെ നമ്മള് ചീത്ത പറയണ ശരിയല്ലോ, എന്തെന്നാണോ ചോദിച്ചാൽ സോറി ഡി എന്ന് പറയപ്പോഴേ മറ്റുള്ളവരിങ്ങനെ തർപ്പിച്ച് വെക്കല്ലേ, ഇത് അവനത് ചെയ്യൂല, സോറി അലിയുന്ന മനസ്സാ. അപ്പൊ അത് എനിക്ക് ആങ്കറിംഗിലെ ഫ്രണ്ട്സ് കുറവാണ്, പക്ഷെ അതിൽ നിന്ന് കിട്ടിയൊരു നല്ല ട്രൂ ഫ്രണ്ട് ആണ് നീല. എനിക്കും അങ്ങനെ വളരെ ക്ലോസ് ആയിട്ട് അതായത് ഞാനിപ്പോ എന്തെങ്കിലും ഒരു ടെൻഷൻ സങ്കടം പറയാനായിട്ട് എടാ അതേ എന്ന് പറയുമ്പോ ഞാൻ ഇവിടെ നിന്ന് പറയണെങ്കിൽ അവൻ അവിടെ നിന്ന് 2 സങ്കടം ഇങ്ങോട്ട് പറയും. അപ്പൊ നമ്മള് പണ്ടാറം ഏറ്റവും വലിയ റിലേഷൻ ആണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. നമുക്ക് വളരെ റെയർ ആണ് ഇന്നത്തെ കാലത്ത്. ഇതിൽ ഈഗോ വരും. ഈ ഫോൺ എടുക്കാതിരുന്നാൽ തന്നെ കട്ടായി പോകുന്ന പല ഫ്രണ്ട്സും ഉണ്ട്. ആ ഈഗോ മാത്രമല്ല, അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയും. മറ്റൊരാളുടെ അവരെന്തായിരിക്കും ആ സിറ്റുവേഷൻ തിങ്ക് ചെയ്യില്ല പലരും. അതുകൊണ്ടാണ് ആ പ്രശ്നം വരുന്നത്. അപ്പൊ എല്ലാവരും ഒരു മൈൻഡ് സെറ്റ് ഇരിക്കണമെന്നില്ല. പിന്നെ എടാ അളെ എന്തോടാ എന്ന് പറഞ്ഞ് തീരുന്ന ഒരു സാധനം ഉണ്ട് അവിടെ. അതാണ് സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പ്. നമുക്കൊക്കെ എല്ലാവർക്കും അങ്ങനെ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ലൈഫിൽ വേറൊന്നും വേണ്ടെന്നുള്ളത് ഞാൻ പറയത്തുള്ളൂ. ഒരു മനുഷ്യനായിട്ട് കൊണ്ട് നമുക്കൊരു വിഷമം വരുമ്പോ ചായ്ക്കാൻ ഒരു തോളെങ്കിലും ഉണ്ടാക്കി വെക്കണം എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു അളിയനാണ്. അല്ല, മീരയുടെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ഈ നമ്മൾ ആണുങ്ങളുടെ അടുത്ത് പറയുന്ന ജോക്സ് ഒക്കെ ഇല്ല, ടൈമിങ്ങോട് തിരിച്ചടിക്കും. നമ്മളൊരു ആൺ സുഹൃത്തിനോട് സംസാരിക്കുന്ന അതേ കാര്യം പെട്ടെന്ന് കൗണ്ടർ അടിക്കും. അപ്പാരെ കൗണ്ടറാണ്. അതല്ല, ഇത് പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. കാരണം ഇടയ്ക്കൊരു സമയത്ത് നമ്മൾ ഷൂട്ടിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഒരു ദിവസം എന്നെ വിളിച്ചിട്ടുണ്ടായി. വിളിച്ചപ്പോഴത്തേക്ക് എന്റെ കോളർ ടൂൺ അപ്പൊ വേറൊരു ആ സോങ് ആയിരുന്നു. മേ ബി ഞാൻ അതൊരു ഫണ്ടിന് വേണ്ടി ലൈക്ക് കേൾക്കുമ്പോ രസമാണല്ലോ, അപ്പൊ അത് കാരണം അങ്ങനെ ഫണ്ടിന് ഇട്ടതാ. പക്ഷെ എന്താ പറയാ, അപ്പൊ ഞാൻ ഫ്രണ്ട്സിനോട് ചായ കുടിച്ചോണ്ടിരിക്കും. അപ്പൊ ഞാൻ കയ്യില് കട്ട്ലറ്റും ചായലായത് ഫോൺ സ്പീക്കറിലായിട്ടിരുന്നേ വെച്ചിട്ട് നല്ല പാട്ടാണല്ലോ, പ്രൊഡ്യൂസർക്ക് ഇടാൻ പറ്റിയ പാട്ടാണ്. ആ റെസ്റ്റോറന്റ് മുഴുവൻ ഒന്ന് നോക്കിയില്ല. അത് മാറ്റിയില്ല ഇപ്പൊ. നമ്മുടെ പാട്ട് ഹലോ ട്യൂൺസിൽ അവൈലബിൾ ആണ്. അല്ല നീല, നമ്മുടെ പാട്ട് ഹലോ ട്യൂൺസിൽ അവൈലബിൾ ആണ്. നമ്മുടെ ഫേസ്ബുക്കില്, വാട്സപ്പില്, ഇൻസ്റ്റയിൽ എല്ലാത്തിലും നമ്മുടെ ഉറക്കം സ്ലീപ്പ് എന്ന് കാണിച്ചോട് നമ്മുടെ പാട്ട്. അപ്പൊ ഇനി ഉറക്കമില്ലാത്തവർക്ക് ആ പാട്ട് സ്റ്റാറ്റസ് ഇടണമെങ്കിൽ നമ്മളെ പാട്ടെടുത്തിടാം.